പക്ഷെ കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലും അന്വേഷണമില്ലല്ലോ. ഇപ്പോ അഡീഷണൽ ഡി ജി പിക്കെതിരായിട്ട് ഇപ്പൊ അന്വേഷണം, വിജിലൻസ് അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഉന്നയിച്ച ഗുരുതരമായ ഒരു ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞില്ലേ? RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായി അഡീഷണൽ DGP ലോ ആൻഡ് ഓർഡർ സംഭാഷണം നടത്തി, 1 മണിക്കൂർ സംസാരിച്ചു. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു RSS നേതാവുമായിട്ടും സംഘപരിവാർ നേതാവുമായിട്ടും തിരുവനന്തപുരത്തും സംസാരിച്ചു. ഇതിനെക്കുറിച്ച് സർക്കാർ നിശബ്ദമാണ്. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം ഞങ്ങൾ പറഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് CPM BJP ബാന്ധവത്തിന്റെ ഭാഗമായിട്ട് തൃശൂർ പൂരം കലക്കിയത്. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് കിട്ടിയിരുന്നു. എന്താ അറിയിപ്പ്? തൃശൂരിലെ കമ്മീഷണറെയും അസിസ്റ്റന്റ് കമ്മീഷണറെയും തൽസ്ഥാനത്ത് നിന്ന് മാറ്റി. ഇതിനെക്കുറിച്ച് DGP അന്വേഷിക്കും. ഇപ്പോ ഒരു ചാനൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു അന്വേഷണം ഇല്ല. അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന ഈ അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? തൃശൂർ പൂരം കലക്കിയത് അന്വേഷിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥിയായിരുന്ന CPI സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ വരെ പറഞ്ഞു ഇതെന്താണ് ഇതിന്റെ വിവരം പുറത്തു വരാത്തത്. CPM-ലെ ഘടകകക്ഷികൾ ചോദിക്കുന്നു, പ്രതിപക്ഷം ശക്തിയായി ആവശ്യപ്പെടുന്നു. BJP-യെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി ഗൂഢാലോചന നടത്തി. അതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ADGP-യെ കരുവാക്കിയിട്ടാണ് ആ പൂരം കലക്കിയത്. ആ പൂരം കലക്കിയ ഗൂഢാലോചന, കേരളത്തിൽ ഒരു ഉത്സവം കലക്കിയിട്ട് ആണ് എതിർ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നില്ല. നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞ ഒരു അന്വേഷണം നടന്നിട്ടില്ല. അല്ലെങ്കിൽ ഇനി നടന്നെങ്കിൽ, വാദത്തിന് സമ്മതിക്കാൻ നടന്നെങ്കിൽ 5 മാസമായിട്ടും ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്ന് അറിയിച്ച അറിയിപ്പ്. ഒരാഴ്ച. ഈ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയുള്ളത്? അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് കൊടുത്തിട്ട്, മാധ്യമപ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്തിട്ട്, പൊതുസമൂഹത്തിന് അറിയിപ്പ് കൊടുത്തിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അപമാനകരമല്ല. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ അന്വേഷണത്തിലൊന്നും അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണ്. സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളാണ് ഇതിനിടയിൽ മൂടി വെക്കപ്പെട്ടിരിക്കുന്നത്. ആ രഹസ്യങ്ങൾ പുറത്താകുമോ എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെയും CPM നേതൃത്വത്തെയും അലട്ടിക്കൊണ്ടിരിക്കുന്നത്.